ഹായ് ഗൈസ്, നമ്മൾ ആമ്പൽപ്പാടം കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മീൻ പിടിക്കാൻ വള്ളം പോകുന്നു. അവിടെ എല്ലാം ബോട്ട് എന്തായാലും പറയുന്നത്, ബോട്ടൊക്കെ വന്ന് നിൽക്കുന്ന ബോട്ട് ചട്ടിയോ, ഇങ്ങനെ ആളുകൾ അവിടെ ഇരിക്കുന്നു. പിന്നെ എന്താ, എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും കായലിൻ്റെ അരുവിനുണ്ട് വള്ളം. കണ്ടോ? എല്ലാ വീട്ടുകാർക്കും വള്ളമുണ്ട്, ബോട്ടുണ്ട്, വള്ളമുണ്ട്. ചിലർ കുളിക്കുന്നു, ചിലർ തുണി കഴുകുന്നു, ചിലരാണെങ്കിൽ പല്ല് തേച്ചിട്ട് ആ വെള്ളത്തിന് വാ കഴുകുന്നു. നമുക്ക് പണ്ട് കാലത്തൊക്കെ ഉള്ള പോലെ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നത്. പണ്ടൊക്കെ ഇതുപോലൊക്കെ ആയിരുന്നല്ലോ എല്ലായിടും. എന്ത് ഭംഗിയാ! ഇവിടെ ഇതിൻ്റെ അപ്പുറവശം പാടങ്ങളാണ്, ഇപ്പുറത്തും പാടങ്ങൾ, ഇടയ്ക്ക് കായൽ, ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് കിടക്കുന്നത്, ഏക്കർ കണക്കിന്. അങ്ങനെ ഏകദേശം നമ്മൾ പിന്നെ ആമ്പൽപ്പാടത്തിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ഈ ബോട്ടിലെ ചേട്ടൻ പറഞ്ഞ് ഇപ്പോൾ ആമ്പൽ കുറവാണ്, എന്ന് വെച്ചാൽ ഈ ആമ്പലിനെയൊക്കെ ഇവർ കൃഷിയുടെ ടൈം ആകുമ്പോഴത്തേക്ക് ആമ്പലിനെ എല്ലാം നശിപ്പിച്ച് കളയും, എന്നിട്ട് കൃഷി ചെയ്യും. അത് കഴിഞ്ഞ് കൃഷി വിളവെടുത്ത് കഴിയുമ്പോഴാണ് പിന്നെ ഈ ആമ്പൽ വരുന്നത്. അപ്പം ഇപ്പം ഇതിൻ്റെ സമയമല്ല, കൃഷി ചെയ്യുന്ന സമയമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ആമ്പലേ അവിടെ ഉള്ളെന്ന് പറഞ്ഞു. അത് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. കുറേ ദൂരം ഞങ്ങൾ ബോട്ട് യാത്ര ചെയ്തു, നല്ല രസമായിരുന്നു. അതെന്ത് ഭംഗി കാണാൻ! നമ്മുടെ സൂര്യൻ നമ്മളിലെ വരച്ചൊക്കെ വെക്കത്തില്ലേ, ആ മാതിരിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. തെങ്ങുകളും അതിൻ്റെ ഇടയ്ക്കൂടെ സൂര്യനെ ഇങ്ങനെ കാണുന്നു. നല്ല ഭംഗിയാണ്.